ഹലോ അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവരും സുഖമായി സേഫായിട്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ക്ലോത്ത് കൊണ്ട് പാഡ് ഉണ്ടാക്കുകയാണ്. ഇപ്പോൾ എല്ലാവരും ക്ലോത്ത് പാഡിലേക്ക് തന്നെ മടങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ക്ലോത്ത് പാഡ് ആകുമ്പോൾ നമുക്ക് അലക്കി നല്ല വെയിലത്തൊക്കെ വെച്ച് ഉണക്കി നല്ല ഫ്രഷാക്കി ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് വളരെ സിമ്പിളാണ്. കടയിൽ നിന്ന് പൈസ കൊടുത്തൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. വീട്ടിൽ തന്നെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് ഉണ്ടാക്കാനായിട്ട് എടുത്തിട്ടുള്ളത് ഈ കുഞ്ഞു കുട്ടികളെ ഈ ചെറിയ ടർക്കി ഉണ്ടാവില്ല, നമ്മൾ അവരെ പൊതിഞ്ഞ് കിട്ടണ അങ്ങനത്തെ ടർക്കി വെച്ചിട്ടാണ് കേട്ടോ. ഇതിന് അതുപോലെ തന്നെ നമ്മൾ നല്ല കോട്ടൻ്റെ തുണിയോ അല്ലെങ്കിൽ ലെഗിൻസൊക്കെ കിട്ടൂലേ, ആ ഒരു ക്ലോത്തോ പറ്റും. ഇതൊക്കെ നന്നായിട്ട് വെള്ളം വലിച്ചെടുക്കണ ക്ലോത്തുകളാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇത്ര പോകുന്നൊരു പീസ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അളവ് എങ്ങനെയെന്ന് വെച്ചാൽ 9 ഇഞ്ച് നീളത്തിലും 15 ഇഞ്ച് വീതിയിലാണ് കേട്ടോ ഞാനിത് എടുത്തിട്ടുള്ളത്. ഇതൊരു ലാർജ് സൈസാണ്. ഒരു എക്സലൊക്കെ വേണ്ടതെന്നുള്ളവർക്ക് ഒരു 10 10.5 എടുക്കാം കേട്ടോ. ഇനി ഈ ഒരു പീസ് 4 ഭാഗമാക്കിങ്ങാണ്ട് മടക്കുന്നുണ്ട്. ആ ഒരു ഭാഗത്തിൽ 3 ഇഞ്ച് വീതിയിലാണ് ഇത് ഞാൻ മടക്കി കൊടുക്കുന്നത്. ഈ 3 ഇഞ്ച് വീതിയിൽ 4 പാട്ടായിട്ട് നമ്മളിത് മടക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും. അപ്പോൾ ഇതേപോലെ ഒന്ന് മടക്കി വെച്ച് കൊടുക്കുക കേട്ടോ. ഇനി ഇതിൻ്റെ ഈ സൈഡ് ജസ്റ്റ് ഒന്നൊരു കർവാക്കിങ്ങാണ്ട് ഒന്ന് വരച്ച് കൊടുക്കുക. അപ്പോൾ 4 സൈഡും അങ്ങനെ കർവാക്കി വരച്ച് കൊടുത്തിട്ട് നമുക്ക് അതിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഒരുപാട് മോഡലുണ്ട്, ഇങ്ങനെ കർവ് അല്ലാത്ത രീതിയിലൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ടുള്ളൊരു രീതിയാണ് ഞാനിപ്പോൾ ഈ കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ 4 സൈഡും കർവാക്കി കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇത് ചെയ്യണത് എല്ലാം കൂടി ഒന്ന് സെറ്റായി നിൽക്കാനായിട്ട് ചുറ്റ് ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തെന്നി പോവുകയോ ഒന്നും ചെയ്യൂല. അവിടെ നീറ്റായിങ്ങാണ്ട് തന്നെ ഇരുന്നോളും. അടിയിലുള്ള പീസുകളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി മാറുമൊന്നുമില്ല. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ചുറ്റുഭാഗം ഇങ്ങനെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 2-3 ഭാഗങ്ങളിലായിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ വേറൊരു പീസും കൂടി ഇതേപോലെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പീസ് നമ്മൾ ഈ ഒരു സ്റ്റിച്ച് ചെയ്ത് വെച്ച ആ ഒരു പീസ് ഉണ്ടല്ലോ, അതിനേക്കാളും 1 ഇഞ്ച് ഏറെ വലുപ്പത്തിലാണ് നമ്മളിത് എടുക്കേണ്ടത്. പിന്നെ നമുക്ക് ഇതിന് വിങ്സ് വേണം. അപ്പോൾ ആ വിങ്സിനനുസരിച്ച് കുറച്ചൊക്കെ സ്ഥലവും കൂടിയും വേണം. 2 സൈഡിലും സ്ഥലവും കൂടിയും വേണം. അപ്പോൾ 2 ഭാഗങ്ങളിലായിട്ട് നമ്മളിത് 2 ഭാഗമായിട്ട് മടക്കുക. ഇതുപോലെ മടക്കിയിട്ട് അതിൻ്റെ സെൻറ്റർ പോർഷൻ ഒന്നിങ്ങനെ അതിൻ്റെ വിങ്സ് വരുന്ന ഭാഗത്ത് ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. പിന്നെ എല്ലാ ഭാഗങ്ങൾ നമ്മളൊന്ന് ഇങ്ങനെ അതിൻ്റെ മേലെ ചുറ്റും ഭാഗം ഒന്ന് ഇങ്ങനെ 1 ഇഞ്ച് വിട്ടുങ്ങാണ്ടൊന്ന് അടയാളപ്പെടുത്തിങ്ങാണ്ട് നമുക്ക് അതിൽക്കൂടി കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് ഇപ്പുറത്തായിട്ട് വെട്ടിയിട്ട് പിന്നെ ലാസ്റ്റ് നമ്മൾ ഷേപ്പ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മളെ കട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ആദ്യം തയ്ച്ച് വെച്ച ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം അതിൻ്റെ ഉള്ളിലാക്കി വെക്കുക. ചീത്ത വശത്താക്കിങ്ങാണ്ട് വെച്ചിട്ട് നമ്മൾ ചുറ്റുഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു വിങ്സിൻ്റെ ഒരു ഭാഗം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലൂടെ വേണം നമുക്ക് ഇത് പുറത്ത് എടുത്ത് മറിച്ച് അടിക്കാനായിട്ട്. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ ഞാൻ പറയണത്. അപ്പോൾ ഈ ഒരു ഭാഗം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്, അവിടെ സ്റ്റിച്ച് ചെയ്യണില്ല. അല്ലാത്ത ഭാഗത്തൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് നേരെ തെറ്റായിരിക്കാൻ ഒരു മുട്ട് സൂചി വെച്ചിട്ട് പിൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നീങ്ങിപ്പോവൊന്നുമില്ല. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണേ. ഇനി ഇതിൻ്റെ പോലെ നമുക്ക് ചുറ്റുഭാഗം ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഓപ്പണായ ആ വശത്തിൽ നിന്ന് നമുക്ക് ഇത് ഉള്ളിലേക്കാക്കിങ്ങാണ്ട് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഓപ്പണായ ഭാഗത്ത് കൂടി നമുക്കിത് എടുത്തിട്ട് നമ്മളിത് മറിച്ചിട്ട് കൊടുക്കുകയാണ് ഉള്ളിലേക്ക്. അപ്പോൾ ഇങ്ങനെ കാട്ടുകയാണെങ്കിൽ നമുക്ക് നല്ല നീറ്റായിട്ട് പാഡ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് കേട്ടോ. ഇനി ഇതിൻ്റെ അരികുവശമൊക്കെ നല്ല നീറ്റാക്കി വെച്ച ശേഷം നമുക്ക് ഒന്നും കൂടി ഇതിൻ്റെ മേലിൽ കൂടി അടിക്കാം.
അപ്പം ഇനി നമ്മൾ മേലെ സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിൽ ആ വിങ്സും കൂടി ആ ഒരു ഭാഗം ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് നമ്മൾ അടിച്ചു കൊടുത്താൽ മതി. ആ ഭാഗം നമ്മൾ പുറത്ത് കാണുമൊന്നുമില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മളവിടെ സ്ട്രാപ്പ് ഒട്ടിക്കും. അപ്പോൾ അതേപോലെ നല്ല നീറ്റാക്കി കൊണ്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഉള്ളിൽ വീണ്ടും ഇതേപോലെ ഒന്നും കൂടി അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നല്ല നീറ്റായിട്ട് നമ്മളെ പാഡ് നിൽക്കും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ പാഡിൻ്റെ സ്റ്റിച്ചിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്ട്രാപ്പ് ഒട്ടിച്ച് കൊടുക്കണം വിങ്സിൽ. അപ്പോൾ അതേപോലത്തെ സ്ട്രാപ്പ് ബട്ടൺ ഹൗസിൽ നിന്നൊക്കെ കിട്ടും കേട്ടോ. ചോദിച്ചാൽ വളരെ കുറഞ്ഞ റേറ്റേ ഉള്ളൂ. അപ്പോൾ അങ്ങനത്തെ സ്ട്രാപ്പ് എടുത്തിട്ട് നമ്മൾ ആ വിങ്സിൻ്റെ വലുപ്പത്തിനനുസരിച്ച് അതിൻ്റെ മേലെ വെച്ച് കണ്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ കണ്ട ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളെ അടിപൊളി പാഡ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് വീട്ടിലുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലുള്ള ഉപകാരമുള്ള വീഡിയോസ് കാണാനായിട്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തി കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി ഇതിൽ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ് കേട്ടോ ഞാൻ അടുത്തതായിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഇനി അതെങ്ങനെ നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ സെയിം നീളത്തിലും വീതിയിലും തന്നെയാണ് എടുത്തിട്ടുള്ളത്. 15 ഇഞ്ച് വീതിയിലും 9 ഇഞ്ച് നീളത്തിലുള്ള ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ക്ലോത്തിന് ചുറ്റുഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതാവുമ്പോൾ വളരെ സേഫാണ് കേട്ടോ. ഈ ഒരു പാഡ് ഉണ്ടാക്കുന്നത് ഈസി ആണേനും അതുപോലെ തന്നെ നമുക്ക് കഴുകി ഒന്നും കൂടി നല്ല അടിപൊളിയായി കഴുകി ഉണക്കി കൊണ്ട് നടക്കാനൊക്കെ എളുപ്പമുള്ളൊരു പാഡും കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതാ ഞാൻ വീണ്ടും ഇതുപോലൊരു ചെറിയ പീസും കൂടി ഇതിലെടുത്തിട്ടുണ്ട്. അപ്പോൾ അതതിൻ്റെ മേലെ വെച്ച് അടിക്കാനുള്ള പീസാണ്. അപ്പോൾ ഈ 2 പീസിൻ്റെയും ചുറ്റുഭാഗം ഒന്ന് ഫോൾഡ് ചെയ്ത് നമ്മൾ അടിച്ചു കൊടുക്കണം കേട്ടോ. സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലോത്ത് എന്ന് പറയുന്നത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിൽ നമുക്കൊന്ന് ചുരുണ്ട് വരാൻ സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മൾ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മളത് ഒന്ന് അയൺ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ വളരെ നീറ്റായി ക്ലിയറായി കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതാ ഇതിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വേറൊരു ചെറിയ പീസും കൂടി സ്റ്റിച്ച് ചെയ്തിരുന്നല്ലോ, ചുറ്റുഭാഗം സ്റ്റിച്ച് ചെയ്തിരുന്ന പീസ് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ ഒരു തലയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇതേപോലെ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇനി വേണ്ടത് ഇതിനൊരു വിങ്സ് വേണം. 2 ഭാഗത്തും വെക്കാനുള്ളൊരു വിങ്സ് വേണം. അതിനായിട്ട് ചെറിയ 2 പീസും കൂടി എടുക്കുക. നമ്മൾ സ്ട്രാപ്പ് ഒട്ടിക്കാൻ പാകത്തിനുള്ള 2 പീസും കൂടി എടുക്കുക. അപ്പോൾ നമുക്ക് ഈ സ്ട്രാപ്പ് എത്ര നീളത്തിൽ വേണം ഒട്ടിക്കണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പീസ് എടുത്തിട്ട് കുറച്ച് വീതിയിൽ ഒട്ടിക്ക് നീറ്റായി നിൽക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് വീതിയിലെടുക്കുക. അപ്പോൾ ഇതാ ഇത്ര വീതിയുള്ളൊരു സ്ട്രാപ്പാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ 2 പീസ് എടുക്കുക കേട്ടോ. ഇനി ഇതിൻ്റെ മേലൊന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ കണ്ടോ 2 സ്ട്രാപ്പ് 2 വിങ്സുമേയും ഞാനിത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മൾ ഈ ഒരു വിങ്സ് വെക്കേണ്ട ഭാഗം നമ്മളൊന്ന് അടയാളപ്പെടുത്തി വെക്കണം. അപ്പോൾ അതിൻ്റെ ഒരു സെൻറ്റർ പോർഷനായിട്ട് നമ്മൾ ഇതൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. പിന്നെ ആ ഭാഗം സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നമ്മളത് അവിടെ ആ ഒരു വിങ്സ് വെച്ചുകൊണ്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതാ 2 ഭാഗത്ത് ഞാനൊന്ന് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഭാഗത്തു നിന്ന് ഈ ഒരു പീസ് ഉണ്ടല്ലോ, ഈ ഒരു നീല പീസ്, ആ ഭാഗത്ത് നിന്ന് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം. ഇനി നമ്മളിത് ഈ ഒരു നമ്മൾ അടയാളപ്പെടുത്തിയ ഭാഗം വരുമ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം ഇതിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മളൊരു കാര്യം ഈ വിങ്സ് വെച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു സ്ട്രാപ്പ് വെച്ച ഭാഗം ഉണ്ടല്ലോ, അത് ഒന്ന് മേലേക്കും ഒരു ഭാഗം താഴെ ഭാഗത്തേക്കുമായിട്ട് അങ്ങനെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് നമ്മളിത് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതാ ഇതേപോലെയാണ് വെച്ച് കൊടുക്കേണ്ടത്. ഇനി അടുത്ത സ്ട്രാപ്പ് വെച്ച് കൊടുക്കേണ്ടത്, വിങ്സ് വെച്ച് കൊടുക്കേണ്ടത് നേരെ താഴെ ഭാഗത്തേക്കായിട്ടാണ്. സ്ട്രാപ്പ് താഴെ സൈഡിലേക്ക് വരുന്ന രീതിയിലാണ് നമ്മളിത് വെച്ച് കൊടുക്കേണ്ടത്. ഇനി ചുറ്റുഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ സ്റ്റിച്ചിങ് കഴിഞ്ഞാൽ അപ്പോൾ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കണം. അപ്പോഴേ അത് ആ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുള്ള ആ തുണി ചുരുണ്ട് വരുമ്പോൾ അത് നീറ്റായി കിട്ടുള്ളൂ. ഇപ്പോൾ
അപ്പോൾ ഇതാ നമ്മൾ പാഡിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുപോലെ നമ്മൾ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. 4 ഭാഗമാക്കിങ്ങാണ്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. 4 പീസാക്കിയിട്ട് 4 പീസ് എന്ന് പറയുമ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല കട്ടിയിലുണ്ടാവും. അതുപോലെ തന്നെ നല്ല അബ്സോർബേഷൻ നടക്കുകയും ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ 4 പീസാക്കി വെക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന ക്ലോത്ത് നല്ല കോട്ടൺ ക്ലോത്ത് ആകാൻ ശ്രദ്ധിക്കുക. ഇതേപോലെയാണ് നമ്മുടെ ഈ ഒരു പാഡിൻ്റെ സ്ട്രെച്ചർ വരുന്നത്. എനിക്ക് തോന്നുന്ന ഒന്നും കൂടി നല്ലതായിട്ട് തോന്നുന്നത് ഈ ഒരു ഐറ്റം പാഡാണ്. കാരണം നമ്മൾ ഉപയോഗം കഴിഞ്ഞാൽ നമുക്കിതുപോലെ തുണി കഴുകിയെടുക്കണ പോലെ നല്ല നിർത്തിയിട്ട് കാണും നല്ല ക്ലീനാക്കി കഴുകിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ പാഡിൻ്റെ പണി ഉള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ പാഡാണ് ഇപ്പോൾ ഒരുപാട് നമ്മൾ കാണുന്നത്. ഓൺലൈനിൽ കൂടി ആണെങ്കിലും കടകളിലാണെങ്കിലും ഈ ഒരു ഐറ്റം പാഡുകളാണ് നമ്മൾ കൂടുതലായിട്ട് കാണുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.